ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാച്ചൂസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ടൊമാറ്റോ റൈസാണ്. അതും റേഷനരി കൊണ്ടാണ് ഇന്ന് ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. ബസുമതി റൈസാണ് ഉപയോഗിക്കാറുള്ളത്. അതിനായി ഞാൻ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും ചേർക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. സവാള വഴഞ്ഞ് വരാൻ സമയമെടുക്കും. ആ സമയത്ത് ഞാൻ 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്, അതിൻ്റെ പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, സവാള ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ നമുക്ക് അടിച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം, തക്കാളിയുടെ പേസ്റ്റ്. ഇതും മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ച തക്കാളി കൂടി ആഡ് ചെയ്യാവുന്നതാണ്. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇനി മുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഞാൻ. ഇനി ഇതൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയി നിൽക്കുന്നുണ്ട്. അതിനാൽ ഞാൻ കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ അരി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അരിയുമായിട്ട് ഒന്ന് യോജിക്കണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് നിൽക്കണം. അപ്പോൾ കുറച്ച് കരിവേപ്പില ചേർത്തതാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റേഷനരി ചോറ് ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. റൈസും മസാലയുമായിട്ട് നല്ലോണം യോജിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി ചോറ് റെഡിയാണ്. ഇത് തൈര് സാലഡിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്.